കുവൈറ്റിൽ ബാങ്കിനെ കബളിപ്പിച്ച് 700 കോടി തട്ടി മലയാളികൾ. 1425 മലയാളികൾക്കെതിരെ അന്വേഷണം തുടങ്ങി. തട്ടിപ്പ് നടത്തിയവരിൽ 700 മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് മുങ്ങിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാങ്കിന്റെ പരാതിയിൽ കേരളത്തിൽ ഇതുവരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ ഈ ന്യൂസ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് പോലെ തന്നെയായിരുന്നു എനിക്കും പേഴ്സണലി എൻ്റെ ലൈഫിലും ഇങ്ങനത്തെ ഒരു സ്കാമിൽ ഞാനും പോയി പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനത് പറയേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പോൾ സ്കാമിൽ പെട്ടപ്പോഴത്തേക്കും അവർ ഈ കമ്പനിക്കെതിരെ കേസുകൾ കാര്യങ്ങൾ കൊടുത്തപ്പോൾ ഇന്ന് ഈ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ന്യൂസിൽ അറിയാൻ വേണ്ടി എല്ലാവർക്കും സാധിച്ചു. പക്ഷേ ഇതുപോലെ തന്നെയാണ് കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ 45-50ഓളം കുട്ടികൾ ഞങ്ങളുടെ പേഴ്സണലി അറിവിലുണ്ട്. ഈ വിദേശത്ത് ജോലി മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പേഴ്സണലി ഒരു 50 പേരുടെ കയ്യിൽ നിന്ന് 2 ലക്ഷത്തി സംതിങ്ങോളം മേടിച്ച ഒരു കമ്പനിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. സോ ആ കമ്പനി വർക്ക് ചെയ്യുന്ന സ്ഥലം അറിയാം. ആ കമ്പനി എങ്ങനെയാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തതും എങ്ങനെയാണ് ഞങ്ങളുടെ പേയ്മെൻറ്റ് മേടിച്ചതും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. പക്ഷേ ഞങ്ങൾ കേസ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ പോലും ഒരു ഗുണമുണ്ടായില്ല. കാരണം ആ കമ്പനി വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ തുടങ്ങിയ ചാനലാണ്. പക്ഷേ ഇതിന് മുമ്പേ തുടങ്ങിയ ആർക്കെങ്കിലും ഈ ഒരു സ്കാമിനെ കുറിച്ച്, അതായത് ഈ ഒരു കമ്പനിയെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കമ്പനിയെക്കുറിച്ചാവട്ടെ തൊട്ടുള്ള ഇസെറ്റ് വിത്ത് പ്രൂഫ് അടക്കം എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. വിത്ത് പ്രൂഫ് അടക്കം എൻ്റെ കയ്യിലുണ്ട്. സോ ഞാനിത് ഓപ്പൺലി തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, ഞങ്ങൾ 50 പേര് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. പക്ഷെ നാളെ ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് റീച്ചിനോ മറ്റൊന്നിനുമല്ല. സോ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.